Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് മാർച്ച് 9 മുതൽ ആരംഭിക്കുകയാണ്. ആദ്യത്തെ എക്സാം ആയിട്ട് വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തതുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ റിസർച്ച് മെത്തഡോളജി സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് സിയിൽ നമുക്ക് 4 SC ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഒരു ചോദ്യത്തിന് 15 മാർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ ചോദ്യം റിസർച്ച് മെത്തഡോളജിയിൽ നിർബന്ധമായും പഠിച്ചിരിക്കണം. എന്താണ് റിസർച്ച് റിപ്പോർട്ട്? explain the contents of research report. സോ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും സാധിക്കും. നമ്പർ 1. ദെൻ നെക്സ്റ്റ്, സാമ്പിളിംഗ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ചോദ്യം. എക്സ്പ്ലെയിൻ the different types of sampling technique. പ്രോബിലിറ്റി ഉണ്ട്, നോൺ പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ ഈ സാമ്പിളിങ്ങിൻ്റെ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. കാരണം അത് 2 മാർക്കിനും വരാം, 5 മാർക്കിനും വരാം. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്താണ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്താണ്, റാൻഡം സാമ്പിളിംഗ് എന്താണ്, ക്വാട്ട സാമ്പിളിംഗ് എന്താണ്, സ്നോബോൾ എന്താണ്, ഇതൊക്കെ 2 മാർക്കിന് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുകയും ചെയ്യും. SCക്ക് ഉണ്ടാവും. ചില സമയത്ത് അത് 5 മാർക്കിനും വരാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സാമ്പിളിംഗ്. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, ഡാറ്റ എന്താണ്? എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സസ് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് നമുക്ക് 2 ടൈപ്പ് ഡാറ്റ, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പോൾ ചില സമയത്ത് പ്രൈമറി ഡാറ്റ മാത്രമായിട്ട് എടുത്ത് പ്രൈമറി ഡാറ്റ എന്താണ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് മെത്തേഡ്, അതിലുള്ള സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈമറി ഡാറ്റയിൽ നമുക്ക് ഒബ്സർവേഷൻ ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്, ക്വസ്റ്റനെയർ ഉണ്ട്, പലതരത്തിലുണ്ട്. അപ്പോൾ ചില സമയത്ത് അതിൽ സെപ്പറേറ്റ് എടുത്തും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പ്രൈമറി ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, എന്നുവെച്ചാൽ ഒബ്സർവേഷൻ ഉണ്ട്, അതിൽ പല മെത്തേഡുകളിലാണ്, ഇൻ്റർവ്യൂ. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ എന്താണ് ഡാറ്റ എക്സ്പ്ലെയിൻ, ചിലപ്പോൾ പ്രൈമറി ഡാറ്റയുടെ പല മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ചില സമയത്ത് ഈ പ്രൈമറി ഡാറ്റയുടെ ഉള്ളിൽ വരുന്നതാണ് ഈ പറയുന്ന ഒബ്സർവേഷനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, ലൈക്ക് ക്വസ്റ്റനെയർ. അപ്പോൾ അത് സെപ്പറേറ്റ് എടുത്ത ചോദ്യങ്ങളായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡാറ്റ എന്താണ്, അതിൻ്റെ സോഴ്സസ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മറ്റൊരു SC നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു SC ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ the process of research. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഫുൾ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി മറ്റൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ്
preparation of research proposal. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്കെയിലിംഗ് എന്താണ്. സ്കെയിലിംഗ് എന്താണ്, അതിൻ്റെ മെഷർമെൻറ്റ് ഓഫ് സ്കെയിലിംഗ് എന്താണ്, കൺസെപ്റ്റ് മെഷർമെൻറ്റ് ഓഫ് സ്കെയിലിംഗ് കൺസെപ്റ്റ് എന്താണ്. അതുപോലെ തന്നെ അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ്. എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും നല്ല കേട്ടോ. ഇത് കുറച്ചും കൂടി ടെക്നിക്കലി ഇൻവോൾവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 4 വേറെ ഓപ്ഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും, അപ്പോൾ അതിലോട്ട് പോയിരിക്കും ഏറ്റവും നല്ലത്. ബട്ട് ഈ ഒരു ടോപ്പിക്ക് പലപ്പോഴും ഇടാറുണ്ട്, 4 എസ്സേ ഇടണമല്ലോ, അതുകൊണ്ട് തന്നെ കേട്ടോ. ദാറ്റ്സ് അബൌട്ട് ഈ ഒരു എസ്സേ. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, റിസർച്ച് എന്താണ്. ഈ 2 നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്ന 2 ടോപ്പിക്കുകളാണ്. ഈ 6 തന്നെ നിങ്ങൾക്ക് 2 കിട്ടും. റിസർച്ച് എന്താണ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് റിസർച്ചിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ, റിസർച്ചിൻ്റെ മീനിങ്ങും ടൈപ്സും. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ ലാസ്റ്റ് വാരിയബിൾസ് എന്താണ്, ദെൻ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 എസ്സേ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 4 എസ്സേ ആണ് വരാം. അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് ഒരു 8 ചോദ്യങ്ങളാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും 4 എസ്സേ കിട്ടും. ഓക്കെ, അതിൽ ആദ്യത്തെ റിസർച്ച് റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ കണ്ടൻസ്, സാമ്പിളിംഗ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്ക്, ഡാറ്റ, അതിൽ പ്രൈമറി സെക്കൻഡറി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. അതിൽ പ്രൈമറി ഡാറ്റ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ദെൻ പ്രോസസ് ഓഫ് റിസർച്ച് പ്രപ്പോസൽ, ദെൻ സ്കെയിലിംഗ് എന്താണ്, മെഷർമെൻറ്റ് ഓഫ് സ്കെയിലിംഗ്, ഡിഫറെൻറ്റ് സ്കെയിലിംഗ് ടെക്നിക്സ്, ടൈപ്സ്, പിന്നെ റിസർച്ച് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, വാരിയബിൾസ് എന്താണ്, അതിൻ്റെ ടൈപ്സ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.